സ്വർണം 10 ഗ്രാമിന് 70,000 രൂപയ്ക്ക് മേലെയായി. ഇത്രയും വലിയ ഒരു ചേഞ്ച്, ഇത്രയും വലിയൊരു ഗ്രോത്ത് സ്വർണത്തിൽ ഉണ്ടാകുമ്പോൾ ഇനിയും നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? സ്റ്റോക്ക് മാർക്കറ്റിലൊന്നും പഴയതുപോലെ വലിയ റിട്ടേൺ ഇല്ലാന്നേ എന്നൊക്കെ ഒരുപാട് പേര് പരാതി പറയുന്നത് കാണാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്വർണം ഒന്ന് സ്റ്റോക്ക് മാർക്കറ്റായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണ്. ഈ റീസെന്റ് ആയി നടന്ന പല കാര്യങ്ങളും വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കാൻ പോവാണ്. നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ ഗോൾഡിന് ഇത്രയേറെ വില കയറാനുള്ള ഒരു കാര്യം? എന്തായിരിക്കും ഗോൾഡിന് ഇത്രയേറെ വില കയറാനുള്ള ഒരു കാരണം? നിങ്ങളുടെ അസംഷൻസ് എന്താണ്? ഒന്ന് താഴെ കമന്റ് ചെയ്യണം. പ്രധാനമായിട്ടും ഈ ഗോൾഡിന് ഇത്രയേറെ വില കയറാനുള്ള കാരണം ഗ്ലോബലി ഉണ്ടായ പല ടെൻഷൻസ്. നമുക്കറിയാം, ട്രംപ് എഫക്ട് എല്ലാവർക്കും അറിയാം. പറയുമ്പോൾ ഒരു ചിരിയോടെ എല്ലാവരും ഒരു കേൾക്കുന്ന ഒരു കാര്യമാണ് ട്രംപിന്റെ പല പ്രഖ്യാപനങ്ങളും മറ്റു കാര്യം. അപ്പൊ ഗ്ലോബലി ഉണ്ടാകുന്ന ടെൻഷൻസ് ഒരുപാടുണ്ട്. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകുന്ന യുദ്ധം, മറ്റു രാജ്യങ്ങൾ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ഈ ഗോൾഡിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റിനെ വർദ്ധിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. എന്തുകൊണ്ടാണ് ഈ യുദ്ധം മറ്റുപോലെ അൺസർട്ടനിറ്റി വരുമ്പോൾ ഗോൾഡിന് പ്രൈസ് കൂടാൻ കാരണം? സ്റ്റോക്ക് മാർക്കറ്റ് സേഫർ അല്ല എന്ന് കരുതി ആളുകൾ നേരെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും ഈ പണം വിഡ്രോ ചെയ്തിട്ട് നേരെ ഗോൾഡിലേക്ക് നിക്ഷേപിക്കുന്നു. ഇതാണ് കാരണം. അതുകൊണ്ട് തന്നെ നമ്മൾ പറയാറുണ്ട്, ഗോൾഡും സ്റ്റോക്ക് മാർക്കറ്റും തമ്മിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. അതായത് മാർക്കറ്റ് കയറുകയാണെങ്കിൽ ഗോൾഡിന്റെ പ്രൈസ് താഴേക്കാണ് വരിക. ഇതൊക്കെ ഇതുവരെയുള്ള നെഗറ്റീവുകളാണ്. അതുപോലെ മറ്റൊരു കാരണം എന്ന് വെച്ചാൽ ഇൻഫ്ലേഷനെ ഭയപ്പെട്ടുകൊണ്ട് റീറ്റെയിൽ ഡിമാൻഡ് നന്നായി കൂടുന്നു എന്നതാണ്. ഡിമാൻഡ് കൂടുമ്പോൾ സ്വാഭാവികമായും പ്രൊഡക്റ്റിന്റെ പ്രൈസ് കൂടുന്നു എന്ന സിമ്പിൾ എക്കണോമിക്സ് ആണ് അതിന്റെ പിന്നിലുള്ള മറ്റൊരു കാരണം. ഇനി നമ്മൾ സ്വർണത്തിന്റെ റിട്ടേണിന്റെ ഒരു കേസിലേക്ക് നോക്കിയാൽ തന്നെ 2025 ആദ്യത്തെ ക്വാർട്ടറിൽ, 2025 ആദ്യത്തെ ക്വാർട്ടറിൽ തന്നെ ഗോൾഡ് 10% റിട്ടേൺ നൽകി കഴിഞ്ഞു. ഇത് പല വലിയ മ്യൂച്വൽ ഫണ്ടുകളുടെയും ഒരു ആനുവൽ റിട്ടേണിനോട് അടുത്ത് വരും. 12% ആണല്ലോ ഐഡിയലി ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും വലിയൊരു പ്രൈസ് ഹൈക്ക് ഗോൾഡിൽ ഈ സമീപകാലത്ത് ഉണ്ടായിട്ടുണ്ട്. സെൻസെക്സും നിഫ്റ്റിയും ഒരു വോളറ്റൈൽ അവസ്ഥയിൽ ഇങ്ങനെ പോവുകയാണ്. അതുപോലെ IT സെക്ടർ താഴെ വന്നു. FMCGയും ഫാർമയും ഒക്കെ സ്റ്റേബിൾ ആണെങ്കിൽ കൂടി ഒരു ഗ്രോത്ത് എന്ന് പറയാനായിട്ട്, വലിയൊരു ഗ്രോത്ത് എന്ന് പറയാനായിട്ട് ഇല്ല. അപ്പൊ ഗ്രോത്ത് വളരെ സ്ലോവർ ആണ്. അതുപോലെ FIS ഒക്കെ ഒരുപാട് ഫണ്ട് മാർക്കറ്റിൽ നിന്ന് വിഡ്രോ ചെയ്ത് കൊണ്ടുപോയി. ഇങ്ങനെ പല കാരണങ്ങൾ ഇപ്പോ നമുക്ക് മുന്നിലുണ്ട്. ഇനി നമ്മൾ ഗോൾഡിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസ്ക് എന്ന നിലക്ക് നോക്കുമ്പോൾ ഗോൾഡിൽ ലോ റിസ്ക് ആണ്, സ്റ്റോക്സിൽ ഹൈ റിസ്ക് ആണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി ലിക്വിഡിറ്റിയുടെ ഒരു ഭാഗത്തോടെ നോക്കിയാൽ ലിക്വിഡിറ്റി എപ്പോഴും ഗോൾഡിനേക്കാൾ ലിക്വിഡിറ്റി കൂടുതലുള്ള സ്റ്റോക്കിനാണ്. ഗോൾഡ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സമയത്ത് ഉദ്ദേശിക്കുന്ന പ്രൈസിന് ഒരു പക്ഷേ വിൽക്കാൻ പറ്റിക്കോണമെന്നില്ല. ഗോൾഡിന്റെ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടിയപ്പോൾ പല സ്വർണ്ണക്കടകളിലൊക്കെ ചെന്ന് നമ്മൾ വിൽക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും പലപ്പോഴും അവർ സ്റ്റോക്ക് അങ്ങോട്ട് എടുക്കാത്ത സാഹചര്യമൊക്കെ വരാറുണ്ട്. അതുപോലെ അതിന് പ്രത്യേകം ചാർജ് ഒക്കെ ഇടുകയാറുണ്ട്. അപ്പൊ ഒരു മീഡിയം ഒരു ലിക്വിഡിറ്റി ആണ് ഗോൾഡിനുള്ളത്. സ്റ്റോക്കിനാണെങ്കിൽ ഹൈ ലിക്വിഡിറ്റി ആണുള്ളത്. ഇനി നമ്മൾ ഒരു ലോങ് ടൈം ROI നോക്കുമ്പോൾ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ലോങ് ടൈമിലേക്ക് നോക്കുമ്പോൾ ഗോൾഡിൽ ഒരു 8 to 10% റിട്ടേണേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് നോക്കിയാൽ ഒരു 12 to 15% റിട്ടേൺ ഉണ്ട്. എപ്പോഴും നമ്മൾ കാണേണ്ടത് ഈ സമീപകാല ട്രെൻഡുകളോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ചില കമ്മോഡിറ്റിയിലെ പ്രൈസ് ഹൈക്കുകളും നമ്മൾ നോക്കേണ്ടതില്ല. നമ്മൾ ദീർഘകാലത്തേക്ക് വെൽത്ത് ബിൽഡ് ചെയ്യാനാണല്ലോ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു കാഴ്ചപ്പാടിലൂടെ നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഞാൻ പറയും അവർക്ക് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് നല്ലത്, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് തന്നെയാണ് നല്ലത്. ഇനി 2025 മാത്രം ഒരു കേസ് പറയുവാണെങ്കിൽ നമുക്ക് പറയാം ഗോൾഡ് ഭയങ്കര സ്ട്രോങ് ആണ്, സ്റ്റോക്സ് ഒരു മോഡറേറ്റ് ഗ്രോത്തേ ഉള്ളൂ, വലിയ കാര്യമായ ഗ്രോത്ത് ഇല്ല എന്ന് നമുക്ക് പറയാം. ഇവിടെ നമുക്ക് ഇതിനെ എങ്ങനെ ഒന്ന് ഒരുമിച്ച് കൊണ്ടുപോകാന്ന് വെച്ചാല്, ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു സേഫ്റ്റി നെറ്റാണ്. നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ സേഫ്റ്റി നെറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഗോൾഡ് ഒരു സേഫ്റ്റി നെറ്റാണ്. അതുകൊണ്ട് ഗോൾഡ് ഒരു വെൽത്ത് ബിൽഡിങ്ങിനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് നമ്മൾ കാണേണ്ടതില്ല. സേഫ്റ്റിക്ക് വേണ്ടിയുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് കുറച്ച് നമ്മൾ ഗോൾഡിൽ പാർക്ക് ചെയ്യാം. പക്ഷേ ലോങ് ടൈമിൽ റിട്ടേൺ കിട്ടുന്നതും വെൽത്ത് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതും ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അലോക്കേഷൻ കൃത്യമായിരിക്കണം. വളരെ ലിമിറ്റഡ് ആയ ഒരു ഭാഗം നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതിലൊരു തെറ്റുമില്ല. എന്ന് മാത്രമല്ല അങ്ങനെ ചെയ്യാൻ വേണം. അതിന് എക്സ്പേർട്ടുകൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു റേഷ്യോ ഉണ്ട്, 60-30-10. അപ്പൊ 60% തീർച്ചയായിട്ടും ഇക്വിറ്റിയിലേക്ക് തന്നെ പോകണം, എങ്കിലല്ലേ നമുക്ക് അസറ്റ് വളർത്താൻ പറ്റുള്ളൂ. അതുപോലെ 30% നമുക്ക് ഗോൾഡിലേക്ക് കൊണ്ടുപോകാം. 10% മാത്രം നമ്മൾ FD പോലെയുള്ള ഒരു ഫിക്സ്ഡ് ആയിട്ട് ഇൻകം കിട്ടുന്ന ഡിബഞ്ചേഴ്സോ ബോൺസോ പോലുള്ളതിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഒരു വ്യക്തിയുടെ ഏജും അയാളുടെ ഫിനാൻഷ്യൽ
ലക്ഷ്യങ്ങളും ഒക്കെ മുൻനിർത്തിയാണ് ഇതൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ഒരു നിയമവും എല്ലാവർക്കും ഉള്ളതല്ല. അതിന് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടന്റിനെ സമീപിക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഫിൻസാവിയോ ടീം നിങ്ങളെ സഹായിക്കാനുണ്ടാവും. താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുമ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴെങ്കിലും വരുന്ന ഒരു ട്രെൻഡിന്റെ പേരിലോ അല്ലെങ്കിൽ സമീപകാലത്ത് കാണുന്ന ന്യൂസുകളുടെ പേരിലോ ഒന്നും ചാടിക്കേറി ഒരു തീരുമാനം എടുക്കാതെ കൃത്യമായി നമുക്ക് മുന്നിലുള്ള ഇത്തരം ഡാറ്റകൾ വെച്ച് കൃത്യമായ ഒരു സ്ട്രാറ്റജിയോടെ ഒരു ദീർഘകാല ലക്ഷ്യത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. ആ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അസറ്റ് അലോക്കേഷൻ കൃത്യമായി ഡൈവേഴ്സിഫൈഡ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിന് തീർച്ചയായും നിങ്ങൾക്ക് എക്സ്പെർട്ടുകളുടെ സഹായം ആവശ്യമുണ്ട്. അത്തരത്തിലൊരു ഒരു ഹെൽപ്പ് എടുത്തിട്ട് മുന്നോട്ട് പോകുന്നത് നമ്മുടെ സാമ്പത്തിക യാത്രയിൽ നമുക്കൊരു വ്യക്തമായ ക്ലാരിറ്റി കിട്ടും. അങ്ങനെ കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവാം. ഇനിയും നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. എന്തൊരു സഹായത്തിനും താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.